ഓക്കെ, ഇപ്പോൾ ആസിഫ് ഇപ്പോൾ കറന്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് സ്റ്റാക്കിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവിടെ? ഞാനിപ്പോൾ ഫ്രണ്ട് എൻഡ് നെക്സ്റ്റ് ജേസിലും ബാക്ക് എൻഡ് ഫാസ്റ്റ് API. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലേ, നെക്സ്റ്റ് ആൻഡ് ഫാസ്റ്റ്. ഇപ്പോൾ കയറിയ സമയം തൊട്ട് ഇപ്പോൾ എങ്ങനെ ഗ്രോത്തിങ് തോന്നിയായിരുന്നു ആ കമ്പനിയിൽ? ഗ്രോത്ത് തോന്നിയായിരുന്നു. ബിക്കോസ് ഞാൻ ആദ്യം ചെന്നപ്പോൾ അവിടെ ഹബ്സ്പോട്ട് ഡെവലപ്പറായിട്ട് ഹബ്സ്പോട്ട് എന്ന് പറയുന്ന CRM സോഫ്റ്റ്വെയർ ആണ്. സോ അപ്പം ഞാൻ അവിടെ അവരോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് എൻഡിലൊരു താല്പര്യം, അതായത് ഡെവലപ്മെൻറ്റ് ബാക്ക് എൻഡ് അങ്ങനെ താല്പര്യമുണ്ട്. അപ്പോൾ അവരെന്നെ ആദ്യമായിട്ട് മെയിൻ്റെനൻസിലിരുത്തി. അതായത് നമ്മുടെ ബേസിക് HTML CSS JavaScript അതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം ഇരുത്തിയത്. അപ്പോൾ അത് ഞാൻ കുറച്ച് ചെയ്തു. ഒരു 6 months ഒക്കെ ആയപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഫാസ്റ്റ് API എന്ന് പറയുന്ന സംഭവമുണ്ട്, അപ്പോൾ നിങ്ങളത് പഠിച്ചിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നോട് ചോദിച്ചു. ഓക്കെ, എനിക്ക് അന്ന് ഫാസ്റ്റ് API ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടൈമാണ്. അതെ, ഫാസ്റ്റ് API അന്ന് വരുന്നേ ഉള്ളൂ. ജാങ്കോ ആയിരുന്നു കൂടുതലായിട്ട് ചോദിച്ചത്. അതെ. അവനോട് പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാനത് പഠിച്ചു. അവർക്ക് ഫസ്റ്റ് ഒരു പ്രൊജക്റ്റ് ചെയ്തു കൊടുത്തു. ചെയ്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്നോട് രണ്ടാമത് വേറൊരു പ്രൊജക്റ്റ് പറഞ്ഞ് ഞാൻ അതും ചെയ്തു കൊടുത്തു. അപ്പോഴാണ് എനിക്കിപ്പോൾ ഒരു മൂന്നാമതൊരു ഫുൾ സ്റ്റാക്കായിട്ട് മൊത്തത്തിൽ ഒരു പ്രൊജക്റ്റ് തന്നിട്ട് ഫ്രണ്ട് എൻഡ് നെക്സ്റ്റ് ഡേയ്സും ബാക്ക് എൻഡ് ഫാസ്റ്റ് API വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെ ജാങ്കോനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഫാസ്റ്റ് API? ഞാൻ പ്രിഫർ ചെയ്യുന്ന ഫാസ്റ്റ് API ആണ്. എന്താണ് ബെനിഫിറ്റ് തോന്നിയിരിക്കുന്നത്? ഇഫ് നമുക്ക് ജാങ്കോ യൂസ് ചെയ്യുവാണെങ്കിൽ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും നമുക്ക് ഒറ്റ സ്റ്റാക്കിൽ തന്നെ ചെയ്യാമെന്നുള്ളൊരു പ്ലസ് പോയിന്റ് ജാങ്കോയ്ക്കുണ്ട്. ഓക്കെ, പക്ഷെ നമ്മളിപ്പോൾ എല്ലായിടത്തും അങ്ങനത്തെ ഒരു ട്രെൻഡിങ് നമ്മൾ ഫോളോ ചെയ്യണമല്ലോ. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും നെക്സ്റ്റ് ഡേയ്സും ഫാസ്റ്റ് API യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ട്രെൻഡ് ഫോളോ ചെയ്ത് പോകുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ.